ഹലോ എവരിവൺ, ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു മീൻ പൊള്ളിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ആവോലി മീനാണ് പൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വായില എടുക്കാൻ വേണ്ടി പോവാണ്. അതോ അപ്പോൾ വായിലൊക്കെ കെട്ടി അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്കുള്ള ഉള്ളിയും ഒക്കെ തൊലി പൊളിച്ചാണ് കേട്ടോ. പിന്നെ ഈ ഫിഷാണ് എടുക്കുന്നത്. നമ്മൾ 2 ഫിഷ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് കട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഒരു ഭംഗി. പിന്നെ അതിലോട്ട് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ലെമൺ ജ്യൂസ് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫിഷിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഫിഷിൻ്റെ ഉള്ളിലൊക്കെ തേക്കാൻ മറക്കരുത് കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ടത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് വെച്ചാലും മതി, ഫ്രിഡ്ജിലാകുമ്പോൾ വേഗമായി കിട്ടും. വേണമെങ്കിൽ ഈ ഒരു മസാലേൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനത് മറന്നു പോയതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു ഉള്ളിയൊക്കെ വഴറ്റി റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും വേണ്ടത് ചീരുള്ളിയാണ്. പക്ഷേ ഞാനത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. ചീരുള്ളി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ചീരുള്ളി ആണെങ്കിൽ അതൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഫിഷ് ഫ്രൈ ചെയ്യാണ്. പ്ലേറ്റ് കൊള്ളുമാ പിന്നെ കൊള്ളോ? അപ്പോൾ ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ 2 ഫിഷ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് മുരിയണ്ട, ഒന്ന് കുക്കായി വരണം. എന്നിട്ടിപ്പോൾ ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബാക്കി മസാല ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫിഷ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് ആ എണ്ണയിലോട്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് കുക്കാവണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനിടയ്ക്ക് ഈ സ്പൂൺ എനിക്ക് ശരിയാവുന്നില്ല, കൈക്ക് ചൂടാവുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു സാധനം പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ചെറുതായിട്ട് ഇതൊന്ന് കുക്കായി വരുമ്പോൾ അതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സവാളനെക്കാട്ട് നല്ലത് ചീരുള്ളിയാണ് കേട്ടോ, അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ശരിക്കും ഈ ഒരു ഡിഷ് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതൊക്കെ അറിയില്ല, ഞാൻ എൻ്റേതായ രീതിക്ക് ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ കുറേ സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഇവിടെ ഇല്ലാത്തൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കിട്ടണ പോലെ ഞാൻ പറയാം എന്തൊക്കെ ചേർക്കണമെന്ന്. എന്നിട്ട് സവാള ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സവാള ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ സവാള നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് വാടി വരും. കുറച്ച് ക്ഷമ വേണം, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ വലിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ടൈം എടുത്ത് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് സവാളൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടൊമാറ്റോ ഒന്ന് വാടി അതിൽ ഉടഞ്ഞ് വരുമ്പോൾ അതിലോട്ട് പിന്നെ നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അതിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം.
ഈ ഒരു ടൈമിൽ കറിവേപ്പിലയും മല്ലിച്ചപ്പും ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ച് വെച്ച ഫിഷിലോട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഈ ഒരു മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊരു വാഴയിലയിൽ വെച്ചിട്ട് അതൊന്ന് മടക്കണം കേട്ടോ. ഞാനിപ്പോൾ വാഴയിലോണ്ട് അതൊന്ന് പൊതിഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് വേറൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു പൊതിഞ്ഞ് വെച്ച സാധനം ആ വെളിച്ചെണ്ണയിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വേവിക്കുക. അപ്പോൾ ഞാൻ ഈ രണ്ട് ഫിഷും ഇതുപോലെ ഓരോ വാഴയിലയിലാക്കിയിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താണെന്ന് നോക്കാം കേട്ടോ. പുറമേ കാണാൻ ഇതുപോലെ ഇരിക്കുന്നുണ്ട്, വാഴയില കരിഞ്ഞ പോലെ ഉണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോത്തിന് ഈ വാഴയില കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഒക്കെ ഇവിടെ നിറച്ച് ഓയിലായ മതിരൊക്കെ ഉണ്ട് കാണാൻ. സംഭവം അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഫിഷൊക്കെ പൊള്ളിച്ച് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കഴിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കരിമീൻ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആവോലി ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയില്ല, ഞാൻ ചെയ്ത് നോക്കി. ഏകദേശം കാണാൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു ഫിഷാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.